ഹായ്, പ്രിൻസ് ആണ്, ട്രാവൽ വിത്ത് സം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ കൊടൈക്കനാലാണ്. കൊടൈക്കനാലിലെ ഒരു കുന്നിന്റെ മേലെയുള്ള ഒരു റിസോർട്ടിലാണ്. വാം ഹിൽ ക്രസ്റ്റ് എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബാക്കിൽ ക്ലൗഡ് ഫാമിംഗ് ആണോ. നിമിഷ നേരം കൊണ്ട് നമുക്ക് കോട കയറുകയും ചെയ്യാം, അതേപോലെ ഇറങ്ങി പോവുകയും ചെയ്യും. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിസിബിലിറ്റി തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാവില്ല. 16 റൂംസ് ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഈ റിസോർട്ടിന്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. റിസോർട്ടിന്റെ മെയിൻ എൻട്രൻസ് ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പക്ക ഒരു ഹില്ലി ഏരിയയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പോലെയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല കുത്തനെയുള്ള കയറ്റം കയറിയിട്ടാണ് ഇവിടെ എത്തുക. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏത് ലൊക്കേഷനിൽ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ ആണ് കിട്ടുക. ഇതിപ്പോൾ നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി ആയിട്ടുള്ള ഡിലക്സ് റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂമിന്റെ ബാൽക്കണി സ്പേസിലാണ്. ഇതാണ് ഇവിടുത്തെ ഡിലക്സ് റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂം. നമ്മൾ ഈ ഒരു റൂമിന്റെ അകത്തേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ഇതാണ് ഈ ഒരു റൂമിന്റെ ഇന്റീരിയർ ഇൻസൈഡ് വരുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയം ഇന്റീരിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു റൂമാണ്. അതേപോലെ തന്നെ ഈ ഒരു റൂമിൽ നിന്നാണെങ്കിൽ നമുക്ക് കിട്ടണ ബാൽക്കണിയിൽ നിന്ന് കിട്ടണ വ്യൂ ആണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 3 കാറ്റഗറി റൂംസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 3 കാറ്റഗറിയിൽ നിന്ന് നമുക്ക് നല്ല കിടിലം വാല്യൂ വ്യൂ കിട്ടുന്ന റൂമുകളാണ് കേട്ടോ. ഈ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ കണ്ടോ. ചില സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡ് ബഡ്സ് കയറി വരുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഫുള്ളി ഇവിടെ കംപ്ലീറ്റ് നമുക്ക് കോട മൂടിയിട്ട് നമുക്ക് വ്യൂസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് കേട്ടോ ഇത്. ദെൻ റൂമിന്റെ സൈഡിലായിട്ടാണ് ഈ ഒരു റൂമിന്റെ ടോയ്ലറ്റ് സ്പേസ്. ഇതാണ് ഈ ഒരു റൂമിന്റെ ടോയ്ലറ്റ് സ്പേസ്. ടോയ്ലറ്റ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ടോയ്ലറ്റ് സ്പേസ് ആണ്. ഇത് ഇവിടുത്തെ സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള വാല്യൂ വ്യൂ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഈ ഒരു റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിസോർട്ടിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. ഏറ്റവും ടോപ്പിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ. നമ്മൾ ഈ ഒരു റൂമിനകത്തേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ഇതാണ് ഈ ഒരു റൂമിന്റെ ഓവറോൾ ഒരു ഇന്റീരിയർ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഡിലക്സ് റൂമിനെക്കാളും കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്, കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. ദെൻ ഇതാണ് ഈ ഒരു റൂമിന്റെ ബാൽക്കണി സ്പേസ് വരുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഈ ഒരു റിസോർട്ടിന്റെ ബാൽക്കണി സ്പേസിൽ നിന്ന് നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു വ്യൂ. നമ്മൾ നേരത്തെ കണ്ട ഡിലക്സ് റൂമിൽ ആ ഒരു ഡിലക്സ് റൂമിന്റെ ബാൽക്കണിയും അതേപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് ഔട്ടർ ലുക്ക് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റൂമിന്റെ ബാൽക്കണി ഉള്ളത്. അതായത് ഈ റിസോർട്ടിന്റെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള റൂംസ് ആണ്. അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി വ്യൂ ആണ്. ഇതാണ് ഈ ഒരു റൂമിന്റെ ഓവറോൾ ഒരു ഇന്റീരിയർ വരുന്നത്. ദെൻ റൂമിന്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു റൂമിന്റെ ടോയ്ലറ്റ് സ്പേസ് വരുന്നത്. ഇതാണ് ഈ ഒരു റൂമിന്റെ ടോയ്ലറ്റ് സ്പേസ്. ടോയ്ലറ്റ് സ്പേസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട റൂമിന്റെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് സ്പേസ് ആണ്. ഇത് ഇവിടുത്തെ നെക്സ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള പ്രീമിയം കാറ്റഗറി ആയിട്ടുള്ള സ്യൂട്ട് റൂം എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഈ ഒരു റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട 2 റൂമിനെക്കാളും കുറച്ചും കൂടി സ്പേഷ്യസ് ആണ് ഈ ഒരു റൂം. നമ്മൾ ഈ ഒരു റൂമിനകത്തേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് എൻട്രി ഉള്ളത്. ഒരു സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു TV ഉണ്ട്. ദെൻ നമുക്ക് ബെഡ്റൂമിലേക്കുള്ള എൻട്രി ആണ്. ഈ ഒരു റൂമിന്റെ ബെഡ്റൂമിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ഇതാണ് ഈ ഒരു റൂമിന്റെ ഓവറോൾ ഒരു ഇന്റീരിയർ വരുന്നത്. ആൻഡ് ഈ ഒരു സ്യൂട്ട് റൂമിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇത് കണ്ടോ, ഇതിന്റെ ഒരു വൺ സൈഡ് വന്നിട്ട് നമുക്ക് ഗ്ലാസ് കവേർഡ് ആണ്. ജസ്റ്റ് കേർട്ടൻ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. ബെഡ്റൂമിന്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഒരു അടിപൊളി വ്യൂ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് റൂംസ് ആണ് സ്യൂട്ട് റൂം എന്ന് പറയുന്നത്. ദെൻ റൂമിന്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു റൂമിന്റെ ടോയ്ലറ്റ് സ്പേസ് വരുന്നത്. ഇതാണ് ഈ ഒരു റൂമിന്റെ ടോയ്ലറ്റ് സ്പേസ്. ടോയ്ലറ്റ് സ്പേസിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് വലിയ ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ട റൂമിന്റെയും അതേപോലെ തന്നെ ഈ റൂമിന്റെ ഒക്കെ ടോയ്ലറ്റ് സ്പേസ് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ ഈ ഒരു വാം ഹിൽ ക്രസ്റ്റ് എന്ന് പറയുന്ന റിസോർട്ടിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ റിസോർട്സിന്റെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബുക്കിങ്ങിനും മറ്റ് ഡീറ്റെയിൽസിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മാക്സിമം ബെസ്റ്റ് റേറ്റിൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. പുതിയൊരു ഡെസ്റ്റിനേഷനിൽ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.